Welcome back to our classroom. ഇന്ന് നമ്മൾ previous question paperന്റെ discussion ആണ്. So it's not going to be easy. ഇതിനേക്കാളും മുന്നേ ഞാൻ question paper discussion ratio analysis ന്റെ question paper discussion already ചെയ്തിട്ടുണ്ട്. So part 2ഉം part 3ഉം കാണുക. അതിനുശേഷം വന്നിട്ട് ഇത് കണ്ടാൽ മതി. This is a continuation ആണ്. So question paper discussion ഇതുവരെ cover ചെയ്തത് ratio analysis ന്റെ part 2 വീഡിയോയിലും part 3 വീഡിയോയിലും. So ഇന്ന് അതിന്റെ remaining questions ന്റെ discussion ആണ്. Question ഇപ്പോൾ നിങ്ങൾക്ക് ബോർഡിൽ കാണാം, സ്ക്രീനിൽ കാണാം. ക്വസ്റ്റ്യൻ 2019 ബികോമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ആ വർഷം എസ്സേക്ക് ചോദിച്ച പ്രോബ്ലം 20ാമത്തെ ക്വസ്റ്റ്യൻ. സോ എസ്സേ ആണ്. ABCD എന്ന് പറഞ്ഞിട്ട് 4 എണ്ണം കാണാം. ഓരോന്നിനും 2 മാർക്ക് വെച്ചിട്ട് 4 × 2 8 അങ്ങനെയായിരുന്നു അതിൻ്റെ മാർക്കിൻ്റെ ബൈഫർക്കേഷൻ വന്നിരുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. എക്സ് ലിമിറ്റഡിൻ്റെ കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്യില്ലേ. ക്യുക്ക് റേഷ്യോ തന്നിട്ടുണ്ട്. എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ ക്യുക്ക് അസറ്റ് അല്ലേ. എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ ക്യുക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്കാണ് അല്ലേ. കറണ്ട് അസറ്റ് മൈനസ് ക്യുക്ക് അസറ്റ് എന്താ? സ്റ്റോക്കാണ്. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. സ്റ്റോക്ക് ഇവിടെ തന്നിട്ടുണ്ട് 1,50,000. യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റി കണ്ടുപിടിക്കണം. സി നമ്മൾ ഇല്ലുസ്ട്രേഷൻ നമ്പർ 6 ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നമ്മൾ ചെയ്തതാണ്. ആ പ്രോബ്ലം തന്നെയാണ് ഇവിടെ, അതേ മോഡലാണ് ഇവിടെ ചോദിച്ചത്. ബട്ട് ഇവിടെ സ്റ്റോക്ക് എന്ന് നേരിട്ട് തരുന്നതിന് പകരം കറണ്ട് അസറ്റ്, എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ ക്യുക്ക് അസറ്റ് എന്നാണ് തന്നത്. അത് കണ്ടാൽ നിങ്ങളത് സ്റ്റോക്കാന്ന് മനസ്സിലാക്കണം. സോ ഇതേ ടൈപ്പ് പ്രോബ്ലം ആണ് ഇത്. സോ ഞാൻ ഡിസ്കസ് ചെയ്യില്ല. സോ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. പാർട്ട് നമ്പർ 2 or 3 ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടാൽ മതി. നൗ ബിയിൽ ക്രെഡിറ്റ് സെയിൽ തന്നിട്ടുണ്ട്. എപ്പോഴും നിങ്ങൾ തന്ന സാധനങ്ങൾ ഒരിക്കലും കൂടി എഴുതുക, എന്നാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ഐഡിയ കിട്ടും. പിന്നെ തന്നിരിക്കുന്നത് സെയിൽസ് റിട്ടേൺസ് ആണ്. സെയിൽസ് റിട്ടേൺസ് ഇസ് 1000. ഓക്കെ, ദെൻ സെയിൽസ് റിട്ടേൺ ആണ് ഇൻവേർഡ്. അതും കൂടി ഞാൻ ക്ലിയർ ചെയ്ത് തരാം. റിട്ടേൺ ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങോട്ടേക്ക് വരുന്നു. സെയിൽ ചെയ്ത സാധനം പുറത്തു പോയിട്ടുണ്ട്, ആ സാധനം തിരിച്ചു വരുന്നു എന്നുള്ള മീനിങ്ങിൽ ഓർമ്മിച്ച ഒരിക്കലും റിട്ടേൺ ഇൻവേർഡും ഔട്ട്വേർഡും നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്. സെയിൽ ചെയ്യുമ്പോൾ ഔട്ട്വേർഡ് അല്ലേ, ആ സാധനം തിരിച്ചു വരുമ്പോൾ അല്ലേ അതിന് റിട്ടേൺ ഇൻവേർഡ് എന്ന് പറയുന്നത്. സോ റിട്ടേൺ ഇൻവേർഡ് സെയിൽസ് റിട്ടേൺ ആണ്. സോ സെയിൽസ് റിട്ടേൺ ഇസ് ഗിവൺ. പിന്നെ തന്നിരിക്കുന്നത് ഡെറ്റേഴ്സ് തന്നിട്ടുണ്ട് 3000. ബിൽ റിസീവബിൾ ഇസ് ഗിവൺ 1000. ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് എഴുതുക. ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോൻ്റെ ഇക്വേഷൻ ഇവിടെ എഴുതുക. ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിലൊന്നും കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല. നെറ്റ് ക്രെഡിറ്റ് സെയിൽ ഡിവൈഡ് ബൈ ഡെറ്റർ പ്ലസ് ബിൽസ് പേബിൾ ആണ്. ആവറേജ് എടുക്കേണ്ട കേസസ് ഒക്കെ നമ്മൾ അതത് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് വീഡിയോ ഓർഡർ ആയിട്ട് കാണാണ്ട് പെട്ടെന്ന് ഈ ഒരു വീഡിയോ വന്നിട്ട് കാണല്ലേ. സോ നെറ്റ് ക്രെഡിറ്റ് സെയിൽ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സെയിലിന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 25,000 ഇത് മൈനസ് ചെയ്താൽ 24,000 കിട്ടും. സോ ഹിയർ ഇറ്റ് വിൽ കം ലൈക്ക് 24,000 ഡിവൈഡഡ് ബൈ ഡെറ്റർ പ്ലസ് ബിൽ റിസീവബിൾ. ഇതിൻ്റെ ഒന്നും ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ ഡെറ്റർ പ്ലസ് 3,000 പ്ലസ് 4,000. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടൈംസിൽ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കിട്ടും. ടൈം ഉണ്ടെങ്കിൽ ഡേയ്സിലും മന്ത്സിലും ഒക്കെ ചെയ്തിട്ട് അവിടെ വെച്ച് കൊടുക്കും. ഓക്കെ, നൗ ഇറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ സി. സ്ക്രീനിൽ കാണാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇസ് 1,80,000 ആൻഡ് അതർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 30,000. നെറ്റ് സെയിൽ ഇസ് 3 lakh. കാൽക്കുലേറ്റ് ഓപ്പറേറ്റിംഗ് റേഷ്യോ. ഞാൻ അതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് റേഷ്യോ കാണേണ്ട ഇക്വേഷൻ മനസ്സിൽ ഓർമ്മിക്കുക. CGS പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽ ആണ് ഇൻറ്റു 100. സോ CGS നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1,80,000 പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് തന്നിട്ടുണ്ട് 30,000 ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽ തന്നിട്ടുണ്ട് 3 lakh ഇൻറ്റു 100. സോ ഇറ്റ് ഇസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇതും നിങ്ങൾ ചെയ്യാം. Okay, question number D is on the screen. A company declares dividend at 20% on its share, each having a paid up value of ₹8 and market value of 25. Dividend payout ratio and the equation ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായി. Dividend per share divided by market price of equity share into 100, right? അപ്പം ഇത് ഇവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്നത് ഡിവിഡൻഡ് പേ ചെയ്യുന്ന റേറ്റ് 20% ആണ്. നമുക്ക് ഡിവിഡൻഡ് പെർ ഷെയർ ആവേണ്ട, ഒരു ഷെയറിനുള്ള ഡിവിഡൻഡാണ് വേണ്ടത്, റൈറ്റ്?
അപ്പോൾ ഡിവിഡൻഡ് എപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ മുകളിലാണ്, പെയ്ഡ് അപ്പ് വാല്യൂ. സോ ഇവിടെ പെയ്ഡ് അപ്പ് വാല്യൂ 8 രൂപയാണ്. സോ 8 രൂപയുടെ 20% കാണാം. ഇറ്റ്സ് 1.6 അല്ലേ? ചെയ്തു നോക്കിക്കളെ, ഐ എം നോട്ട് ഷുവർ. ഇനി എന്ത് ചെയ്യുക? അപ്പം നമുക്ക് എന്ത് കിട്ടി? ഡിവിഡൻഡ് പെർ ഷെയർ കിട്ടി, ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ. സോ അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് മാർക്കറ്റ് പ്രൈസ്? 25 ഇൻറ്റു 100. സോ ഇത് ചെയ്താൽ ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ നമുക്ക് കിട്ടും. സോ ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ ഡി. അപ്പം ആ 4 എണ്ണം നിങ്ങൾ നോക്കുക. ഈ 4 എണ്ണം ചെയ്താൽ മാർക്ക് കിട്ടും. ബട്ട് ആ സമയം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം ചെയ്യാൻ അറിയുന്നുണ്ടായിട്ടില്ല കുട്ടികൾ, ബിക്കോസ് അത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലല്ലോ. അതുകൊണ്ട് ഇത് ഔട്ട് ഓഫ് സിലബസ് ആയിട്ടാണ് തോന്നുന്നു ട്രീറ്റ് ചെയ്ത്. ബട്ട് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ ഇതിൻ്റെ ഈ സൊല്യൂഷൻ എവിടെയും ഞാൻ കണ്ടില്ല. ബട്ട് ഫോർ മൈ എൻ്റെ ഒരു വിവരം വെച്ച് ഇതിങ്ങനെയാണ് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ ഞാനിത് നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചർ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കിക്കോളൂ. അക്കോർഡിംഗ് ടു മീ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് 2018 BComൻ്റെ ക്വസ്റ്റ്യൻ ആണ് കാണാൻ പറ്റുന്നത്. 2018 15ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. ആ 15ാമത്തെ ക്വസ്റ്റ്യനിൽ 1 and 2 നമ്മൾ ഓൾറെഡി പാർട്ട് നമ്പർ 2 അല്ലെങ്കിൽ പാർട്ട് നമ്പർ 3 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക അതിൻ്റെ 3ാമത്തത് 3 കാൽക്കുലേറ്റ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. അതിപ്പോൾ അത് മാത്രമായിട്ട് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. Calculate gross profit ratio when total sale is 5,40,000. Total sale 5,40,000. Sales return 40,000. കുട്ടികളുണ്ട്, ഡിസ്റ്റർബൻസ് ഉണ്ടാവും, അവർ ഭയങ്കരമായിട്ട് സൗണ്ട് എടുക്കുന്നു. സോ ശ്രദ്ധിക്കുന്നു, അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, CGS is 4 lakh. ഓക്കെ, സോ ഇത്രയും സംഭവങ്ങൾ തന്നിട്ടുണ്ട്. യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദി ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽ ഇൻറ്റു 100 ആണ് നമ്മുടെ ഇക്വേഷൻ. സോ നമുക്ക് വേണം ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ 2 രീതിയിൽ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിൽ ഫസ്റ്റത്തേത് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു വഴിയുമില്ല, ബിക്കോസ് ഓപ്പണിംഗ് അങ്ങനെ ഒന്നും തന്നിട്ടില്ല. സോ മെമ്മറണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് വരയാൻ പറ്റില്ല. രണ്ടാമത്തത് നെറ്റ് സെയിലിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? CGS മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. സോ നെറ്റ് സെയിൽ എന്ന് പറഞ്ഞാൽ സെയിലിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യുക. സോ 5,40,000 സെയിൽസ് റിട്ടേൺ 40 മൈനസ് ചെയ്താൽ 5 lakh കിട്ടും. ഈ 5 lakh CGS എത്രയാണ്? 4 lakh അല്ലേ? CGS is 4 lakh. അത് മൈനസ് ചെയ്താൽ ഗ്രോസ് പ്രോഫിറ്റ് 1 lakh കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 1 lakh. സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽ എത്രയാണ്? 5 lakh ഇൻറ്റു 100. ദിസ് ഇസ് യുവർ, ഇതിൻ്റെ ആൻസർ ആയിരിക്കും ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ബിക്കോസ് നമ്മളിത് ഓൾറെഡി പറഞ്ഞതാണ് കേട്ടോ. ഗ്രോസ് പ്രോഫിറ്റ് 2 രീതിയിൽ കണ്ടുപിടിക്കാം. ഇതിൽ ഞാൻ 2ാമത്തെ വേ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി, അതിനെ ഞാൻ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നെറ്റ് സെയിൽ എവിടെ നിന്നാണ് കിട്ടിയ? ടോട്ടൽ സെയിലിന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്തു. ഓക്കെ, സോ ആ ഒരു ക്വസ്റ്റ്യനും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പം 2017 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. ക്വസ്റ്റ്യൻ വായിക്കാം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 15%. സ്റ്റോക്ക് വെലോസിറ്റി 6 months. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോനെ മന്ത്സിൽ തന്നിട്ടുണ്ട്. ഡെറ്റേഴ്സ് വെലോസിറ്റി ഡെറ്റേഴ്സിനെ മന്ത്സിൽ തന്നിട്ടുണ്ട്. ഡെറ്റേഴ്സ് ടേൺ ഓവർ മന്ത്സിൽ തന്നിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ് വെലോസിറ്റിയും അതേപോലെ 3 month മന്തിൽ തന്നിട്ടുണ്ട്. Gross profit for the year ending December 31, 2016 amount to rupees 60,000. Gross profit തന്നിട്ടുണ്ട്. Closing stock is equal to opening stock. Find out the sale, closing stock, sundry debtor, sundry creditor, etc. etc. Okay, it's a very good question. So ശ്രദ്ധിച്ചു കേൾക്കുക. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 15% ആണ് തന്നിരിക്കുന്നത്. സോ ഞാൻ അത് മാത്രം ഇവിടെ എഴുതി. ഞാൻ നോക്കുവാണ് ഈ റേഷ്യോ വെച്ചിട്ട് എപ്പോഴും ഇത് കണ്ടാൽ ഇത് തന്നെ ഏറ്റവും ഈസി വഴി. ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക, എന്നിട്ട് നോക്കുക ഇത് വെച്ചിട്ട് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതിനാദ്യം വേണ്ടത് ഇത് റേഷ്യോ തന്നിരിക്കുന്നത്, അതിൻ്റെ ഇക്വേഷൻ ആദ്യം നിങ്ങളിവിടെ എഴുതുക. വേറെ ഒരു ഈസി വേയും ഇല്ല. ദിസ് ഈസ് ദ ഈസിയസ്റ്റ് വേ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഈസി വേ. ഇക്വേഷൻ ഞാനിവിടെ എഴുതി. എന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻ തപ്പാൻ തുടങ്ങി. അയ്യോ, സ്റ്റോക്ക് വെലോസിറ്റിയിൽ എനിക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒന്നും കാണാനില്ല, ഇതും എനിക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ഇറ്റ് ഇസ് ഗിവൺ ഹിയർ റൈറ്റ്. അപ്പോൾ എനിക്ക് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. 60,000. ഓക്കെ, ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽ ഉണ്ടോ എന്ന് ഞാൻ നോക്കി. നെറ്റ് സെയിൽ ഇല്ല.
into 100 is equal to 15%. കണ്ടല്ലോ. സോ എനിക്ക് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? നെറ്റ് സെയിൽ കിട്ടൂല്ലോ. എല്ലാം ഗീവൺ ആണ്, നെറ്റ് സെയിൽ മാത്രം ഇല്ലാത്തത്. സോ നമുക്ക് നെറ്റ് സെയിൽ കണ്ടുപിടിക്കാം. ഇതിങ്ങനെ വരിക. ഇത് ഇപ്പം നിങ്ങൾക്ക് ഇത് 100 ഇങ്ങനെയൊക്കെ കൺഫ്യൂഷനാണ്. ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ അതിൻ്റെ മാത്തമാറ്റിക്സിലൊന്നും പോകുന്നില്ല. ഇങ്ങനെ ഒരു നമ്പർ അവിടെ കണ്ടുപിടിക്കുമെങ്കിൽ ഈ 100 ഇവിടുന്ന് അങ്ങോട്ട് വെട്ടുക. ദിസ് ഈസ് 50%, റൈറ്റ്? 50% എന്ന് പറഞ്ഞാൽ 50/100 ആണ് അല്ലേ? 15% എന്ന് പറഞ്ഞാൽ 15/100 ആണ്. സോ 50% എന്ന് പറഞ്ഞാൽ 0.15 കിട്ടും കേട്ടോ. സോ ഇവിടെ 0.15 ആക്കണം. 15% എന്ന് പറഞ്ഞാൽ 0.15 ആണ്. സോ ഇവിടെ 0.15 ആക്കുക. എന്നിട്ട് കണക്ക് ചെയ്യുക. മറക്കരുത്, എപ്പോഴും കുട്ടികൾ ഇവിടെ വന്നിട്ട് ഈ 100 എന്താ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കൺഫ്യൂഷൻ. ഈ എപ്പോഴാണ് ഈ 100 ഞാൻ വെട്ടുന്നത്? ഈ നെറ്റ് സെയിലും ഇങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറ്റുമ്പോൾ. ഓക്കെ, സോ ഐ എം ട്രൈങ് ടു ഫിനിഷ് ഇറ്റ് ഫാസ്റ്റ്. സോ ഇതിങ്ങോട്ട് വരും, ഇതിങ്ങോട്ട് പോവും, ഇതിങ്ങോട്ട് പോവും, ഇതിങ്ങോട്ട് വരും. സോ നെറ്റ് സെയിൽ ഈസ് ഈക്വൽ ടു 60,000 ഡിവൈഡഡ് ബൈ 0.15 വരും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 4 lakh. ഓക്കെ, സോ 4 lakh ഈസ് നെറ്റ് സെയിൽ. ഈ 100 എല്ലാം വെച്ച് ഇൻറ്റു ചെയ്ത് ഇതിനൊരു വലിയ നമ്പറാക്കി മാറ്റിയേക്കരുത്. സോ ഇതൊന്ന് ഓർമ്മിക്കാം. സോ നമുക്ക് നെറ്റ് സെയിൽ കിട്ടി. അടുത്തത് ഞാൻ സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറയുന്ന ആ റേഷ്യോ ഇവിടെ എടുത്തു. എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കിയേ. ഫൈൻഡ് ഔട്ട് സെയിൽസ് കണ്ടുപിടിച്ചു. ഇനി വേണ്ടത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഓക്കെ, ഇതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ആവറേജ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ CGS, റൈറ്റ്? CGS ഇൻറ്റു മന്ത് ആണ്. സോ ഇൻറ്റു 12 ആണ് ഈ ഇക്വേഷൻ. ഈസ് ഈക്വൽ ടു 6 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കിത് CGS ഉണ്ടോ ആവറേജ് സ്റ്റോക്ക് ഏതെങ്കിലും ഒരെണ്ണം വേണം, എന്നാലല്ലേ കണ്ടുപിടിക്കാൻ പറ്റും. CGSൻ്റെ ഇക്വേഷൻ നമുക്കിവിടെ എഴുതി നോക്കാം. 2 ഇക്വേഷൻ ഉണ്ട്. അതിലൊരു ഇക്വേഷൻ ഞാനിവിടെ എഴുതുവാണ്. നെറ്റ് സെയിൽ മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. വാട്ട് ഇസ് നെറ്റ് സെയിൽ? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 4 lakh ആണ്. ഗ്രോസ് പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 60,000 ആണ്. സോ CGS എത്രയാ? 3,40,000. ഓക്കെ, സോ CGS കിട്ടി. ഇതിനെ ഞാൻ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. CGS കിട്ടി. അപ്പം ആവറേജ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ CGS 3,40,000 60 3,40,000 ഇൻറ്റു 12 ഈസ് ഈക്വൽ ടു 6 months, റൈറ്റ്? ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ ഇത് ഇങ്ങോട്ടേക്ക് പോകും. സോ 6 ഇൻറ്റു 3,40,000 ഇത് ഇൻറ്റു ആണ്. ഇതിവിടെ വരുമ്പം ഡിവൈഡഡ് ബൈ. ഇത് ഡിവൈഡിലാണ് ഉള്ളത്, ഇൻറ്റു ആവും, ഇത് ഡിവൈഡ് ആവും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ആവറേജ് സ്റ്റോക്ക്. നമുക്ക് കിട്ടും 1,70,000. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആവറേജ് സ്റ്റോക്കാണ്. ബട്ട് നമുക്ക് ഇവിടെ ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനും ഇക്വേഷൻ ഉണ്ട്. എന്താ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. ക്വസ്റ്റ്യനിൽ വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്കും ഇത് രണ്ടും ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ മീനിങ് എന്താണോ? ഇത് രണ്ടും ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. സോ ഇത് രണ്ടും സെയിം എമൗണ്ട് ആണ്. അപ്പോൾ ഇതല്ലേ നമ്മളെ ഇക്വേഷൻ. ആവറേജ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 1,70,000. ആവറേജ് സ്റ്റോക്ക് കണ്ട ഇക്വേഷൻ ഇത്. സോ ഇവിടെ ഇൻറ്റു 2 ആവും. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 1,70,000 ഇൻറ്റു 2 എത്ര കിട്ടുക നോക്ക്? 3,40,000. സോ ഇത് രണ്ടും പ്ലസ് ചെയ്താൽ ഇത് രണ്ടും ഒരേ നമ്പറുവാന്നാണ് പറയുന്നത്. അപ്പോൾ എത്രയാടാ ഇത്? ഇതും 17,000 വരും, ഇതും 17,000 വരും കേട്ടോ. സെയിം ആണ് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. സോ ഇത് രണ്ടും സെയിം ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് 3 lakh മൊത്തം ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് 3,04,000. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ എക്സാമ്പിൾ. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് 10 ആണെങ്കിൽ ഇത് 5, ഇത് 5 അല്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് 14 ആണെങ്കിൽ ഇത് 7, ഇത് 7 അല്ലേ? അതേപോലെ ഉള്ളൂ. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് 3,40,000 ആണെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇതിൻ്റെ നേരെ പകുതി 1,70,000 ആൻഡ് ഹിയർ ഓൾസോ 1,70,000. നല്ലോണം കാൽക്കുലേറ്റ് ചെയ്യണേ. ചിലപ്പോൾ 0ൻ്റെ കൂടുതലോ കുറവോ ഒക്കെ ഉണ്ടാവും. ബട്ട് ഈ ഞാൻ ചെയ്തിരിക്കുന്ന വേ എന്ന് പറയുന്നത് പക്ക കറക്റ്റാണ്. ഓക്കെ, സോ യു ഗോട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ഓൾസോ. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? എന്താണോ കണ്ടുപിടിക്കാൻ പറഞ്ഞത് അതെപ്പോഴും ആൻസറിൽ ഹൈലൈറ്റ് ചെയ്ത് എഴുതണം.
അതും കിട്ടി. സോ നമ്മൾ സെയിലും കണ്ടുപിടിച്ച് ക്ലോസിംഗ് സ്റ്റോക്കും കണ്ടുപിടിച്ച്. ഇനി നമുക്ക് സൺട്രി ഡെറ്റേഴ്സ് കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, അടുത്ത റേഷ്യോ ഞാനിവിടെ എഴുതി, ഡെറ്റേഴ്സ് വെലോസിറ്റി. അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കിപ്പോൾ കാണാം. ആവറേജ് ഡെറ്റർ ഡിവൈഡഡ് ബൈ നെറ്റ് ക്രെഡിറ്റ് സെയിൽ ഇൻറ്റു 12 എന്താ എടുത്ത ക്വസ്റ്റ്യനിൽ 3 month എന്നാണ് തന്നത്. സോ ഇൻറ്റു 12 ഞാൻ എടുത്തു. ഇവിടെ ഞാൻ ആവറേജ് എന്നുള്ള സ്ട്രൈക്ക് ചെയ്യാൻ കാരണം ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെ തരുമ്പോഴാണ് ആവറേജ്. ഇവിടെ അങ്ങനെയൊന്നും പറയുന്നില്ല. സോ നമ്മൾ ഡെറ്ററിന് എടുത്തു. നെറ്റ് ക്രെഡിറ്റ് സെയിൽ ഓൾറെഡി നമുക്കറിയാം, നെറ്റ് സെയിൽ ഉണ്ട്. സോ നമുക്ക് അത് തന്നെ ക്രെഡിറ്റ് സെയിൽ നിന്നും നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് ഇവിടെ എടുക്കുക. അപ്പോൾ ഡെറ്റർ ഡിവൈഡഡ് ബൈ 4 lakh ഇൻറ്റു 12 ഈസ് ഈക്വൽ ടു 3 month. 3 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങോട്ട് വരുമ്പം ഇൻറ്റു ആവും, ഇതിങ്ങോട്ട് വരുമ്പം ഡിവൈഡഡ് ബൈ ആവും. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1 lakh. ഓക്കെ, അപ്പം നമുക്ക് ഡെറ്ററും കിട്ടി. അടുത്തത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ക്രെഡിറ്റേഴ്സ് ആണ്. സോ അതിന് നമ്മൾക്ക് ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി തന്നിട്ടുണ്ട്. സോ ഞാൻ ക്രെഡിറ്റേഴ്സ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എഴുതുമ്പം എനിക്കിവിടെ ക്രെഡിറ്റർ, അവിടെയും ഞാൻ ആവറേജ് ഇല്ല, ബിൽസ് പേയബിൾ ഇല്ല എന്നൊക്കെ അസ്യൂം ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ആണ് മക്കളെ ഇടാം, ഇൻറ്റു 12 ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് വെച്ചാൽ അവിടെ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് നോക്കട്ടെ. ഓക്കെ, 3 month തന്നിട്ടുണ്ട്. ബട്ട് എനിക്കിവിടെ ക്രെഡിറ്റ് പർച്ചേസ് അറിയില്ലല്ലോ. അതും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പർച്ചേസ് എവിടെയാണ് ഉള്ളത്? ഏത് അക്കൗണ്ടിൽ? ട്രേഡിംഗ് അക്കൗണ്ടിലാണ് ഉള്ളത്. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു ഡ്രോ ദ ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, സോ ഈ ട്രേഡിംഗ് അക്കൗണ്ട് വരയുമ്പം ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതണം, ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതണം. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 1,70,000. ക്ലോസിംഗ് സ്റ്റോക്കും 1,70,000. സെയിലും നമുക്കറിയാം 4 lakh. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് നമുക്കറിയാം, എത്രയാണ് ഗ്രോസ് പ്രോഫിറ്റ്? 60,000. അതും നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ കണ്ടുപിടിച്ചു. ഗ്രോസ് പ്രോഫിറ്റ് ഓൾസോ ഈസ് ഹിയർ. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ഇവിടെ ബാലൻസ് കിട്ടും. ഒന്ന് ചെയ്ത് നോക്കിയാൽ ഇവിടെയാണ് കിട്ടുക, ഈ ഭാഗത്താണ് കിട്ടുക. ബാലൻസിങ് ഫിഗർ വിൽ ബി യുവർ പർച്ചേസ്, ദാറ്റ് ഈസ് ക്രെഡിറ്റ് പർച്ചേസ് ആണ് നമ്മൾ അസ്യൂം ചെയ്യാം. ഒന്ന് ചെയ്ത് നോക്കിയേക്കണേ. എനിക്ക് തോന്നുന്നു ഇവിടെ 3,42,000 സ്ട്രൈക്കോ. ഓക്കെ, 3,40,000 ആയിരിക്കും നമുക്ക് പർച്ചേസ് കിട്ടുക. ഓക്കെ, ഇതിന് വെറും ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് എഴുതാൻ പാടില്ല, മെമ്മറണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് എഴുതാം. മെമ്മോ എന്നല്ല, മെമ്മറണ്ടം ട്രേഡിംഗ് അക്കൗണ്ടിന് തന്നെ എഴുതണം. ഓക്കെ, ഇല്ലെങ്കിൽ വേറൊരു ഇക്വേഷൻ ഉണ്ട്. CGS നമുക്കറിയാം. CGS ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഇവിടെ ഇല്ല, മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, CGS എത്രയാണ് കിട്ടിയത്? 3,40,000. അപ്പം ഞങ്ങളിങ്ങനെ എഴുതാം, 3,40,000 ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് 1,70,000 പ്ലസ് പർച്ചേസ് നമുക്കറിയില്ല. ഓറായി പർച്ചേസ് കണ്ടുപിടിക്കേണ്ട വേറൊരു വഴിയാണ് പറയുന്നത്, 1,70,000. ഓക്കെ, അപ്പം ഇതെന്ത് ചെയ്യുക? ഇത് രണ്ടും ഇവിടുന്ന് തന്നെ സ്ട്രൈക്കായി പോകുന്നു. ഓക്കെ, ഇത് പോസിറ്റീവ്, ഇത് അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ഇതിനെ ഇപ്പുറം ഇടുക. ഇത് പോസിറ്റീവ് ഇപ്പുറം വരുമ്പം നെഗറ്റീവ് ആവും, നെഗറ്റീവ് ഇപ്പുറം വരുമ്പോൾ പോസിറ്റീവ് ആവും. അപ്പോൾ ഇങ്ങനെ വരും. ഞാൻ എല്ലാ രീതിയിലുള്ള കുട്ടികളുള്ളതുകൊണ്ടാണ് മക്കൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് പോസിറ്റീവ്, ഇത് ഇങ്ങോട്ട് വരുമ്പം നെഗറ്റീവ് ആവും, ഇത് നെഗറ്റീവ്, ഇത് ഇപ്പുറത്ത് വരുമ്പം പോസിറ്റീവ് ആവും. ഈസ് ഈക്വൽ ടു പർച്ചേസ്. ഇത് ചെയ്താലും നിങ്ങൾക്ക് ആൻസർ 3,40,000 തന്നെ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ ഞാനത് ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. സോ ക്രെഡിറ്ററാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. പർച്ചേസ് 3,40,000 കിട്ടി. ഓക്കെ, കാൽക്കുലേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് റെഡിയാക്കണം. ഈസ് ഈക്വൽ ടു 3 month തന്നിട്ടുണ്ട്. ആസ് യൂഷ്വൽ 3 ഇതിങ്ങോട്ട് പോകുമ്പം ഇൻറ്റു ഇത് ഡിവൈഡഡ് ബൈ ഇത് ചെയ്താൽ നമുക്ക് എന്തും കിട്ടി? ക്രെഡിറ്റേഴ്സും കിട്ടി. ഓക്കെ, 85 ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. സോ ഒന്നും കൂടെ റിവൈസ് ചെയ്തോ റിപ്പീറ്റ് ചെയ്തൊക്കെ കാണുക. essay ക്വസ്റ്റ്യൻ ആണ്, അത്യാവശ്യം നന്നായിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പം നമ്മൾ കവർ ചെയ്തത്. സ്ക്രീനിൽ BBAക്ക് ചോദിച്ചിരിക്കുന്ന 2019 ഒരു ക്വസ്റ്റ്യൻ കാണാം. കാൽക്കുലേറ്റ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ക്രെഡിറ്റ് പർച്ചേസും പർച്ചേസ് റിട്ടേൺസും ക്രെഡിറ്ററിൻ്റെ ഓപ്പണിംഗ് ക്ലോസിംഗ്, ബിൽസ് പേബിളിൻ്റെ ഓപ്പണിംഗ് ക്ലോസിംഗ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യം അതിൻ്റെ ഇക്വേഷൻ നിങ്ങളിവിടെ എഴുതണം.
ഇക്വേഷനിൽ എങ്ങനെയാണ് വരിക? നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് അല്ലേ? ഇവിടെ ആവറേജ് ക്രെഡിറ്റർ പ്ലസ് ആവറേജ് ബിൽസ് പേബിൾ വരും. ഓക്കെ, ക്ലാരിറ്റീൻ്റെ ഇഷ്യൂ ഉണ്ടോ എന്നൊരു സംശയമുണ്ട് ആ വീഡിയോയിൽ. ഓക്കെ, നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് യുവർ പർച്ചേസ്. ക്രെഡിറ്റ് പർച്ചേസ് എന്ന് സെയിൽസ് പർച്ചേസ് റിട്ടേൺസ് മൈനസ് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് 1 lakh ആണ് നമ്മുടെ പർച്ചേസ്. ഓക്കെ, ഇത് 1 lakh. ഇനി ആവറേജ് ക്രെഡിറ്റർ ആണ് കാണാൻ പോകുന്നത്. ആവറേജ് ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ക്രെഡിറ്റർ, ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്രെഡിറ്റർ പ്ലസ് ക്ലോസിംഗ് ക്രെഡിറ്റർ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഓപ്പണിംഗ് ക്ലോസിംഗ് അവിടെ കാണുന്നുണ്ടല്ലോ, ഞാൻ അവിടെ ഒരു കൈയുടെ ഒരു ചിഹ്നം അവിടെ വെച്ചേക്കാം കേട്ടോ. അപ്പം 20 + 10 30 ഡിവൈഡഡ് ബൈ 2, അപ്പം 15,000 കിട്ടും ആവറേജ് ക്രെഡിറ്റർ. ഇനി ആവറേജ് ബിൽസ് പേബിളും അതുപോലെ കാണാം. ഓപ്പണിംഗ് 4,000 ക്ലോസിംഗ് 6,000 ഡിവൈഡഡ് ബൈ 2, 10,000 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 5,000 കിട്ടും. Okay, so now I am going to substitute in this equation. Net credit purchase 1 lakh divided by average creditor 15,000 plus average bills payable 5,000. ആദ്യം ഇത് രണ്ടും ആഡ് ചെയ്യുക. ഓക്കെ, ആദ്യം ഇത് രണ്ടും ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 20,000 കിട്ടും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് രണ്ടും ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 1 ലക്ഷം. ഓക്കെ, 1 lakh ഡിവൈഡഡ് ബൈ ഇത് ടൈംസിലാണ് കിട്ടുകയെന്നും കൂടെ ഓർമ്മിക്കുക. ഓക്കെ, വെരി സിമ്പിൾ. ഇത് രണ്ട് ഡിവൈഡ് ചെയ്താൽ 5 അല്ലേ? സോ ഇറ്റ് ഈസ് 5 times is your answer. ഓക്കെ, ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ അത് വലിയ സ്വതവേ BBAക്ക് ഇതുവരെ അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നും ചോദിച്ചിട്ടില്ല. ബട്ട് BCom അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്ത് പോകണ്ട കേട്ടോ. ബാക്കി ഒരെണ്ണം കൂടിയുണ്ട്. ബാക്കിയൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ദാറ്റ് ഈസ് ദ ടഫസ്റ്റ് വൺ. അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്താൽ നമ്മുടെ ഈ റേഷ്യോ അനാലിസിസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അവിടെ കഴിയും. 2020 BComന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവുക. തൊട്ട ലാസ്റ്റ് ഇയറിൽ ചോദിച്ചത് അതേ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ലെറ്റ് മീ സെർച്ച് ഫോർ ഇറ്റ്. ദിസ് ഇസ് ഓക്കെ. സോ മെയ് അപ്പം നമ്മൾ എക്സാം കഴിഞ്ഞ ഏപ്രിൽ അല്ലേ? സോ 2020 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ഇത് വലിയൊരു ഈസി ആയിട്ട് എനിക്ക് തോന്നിയില്ല. എനിവേ, ഇതിൽ കുറേ അസംഷൻസ് ആണ്. ഓക്കെ, നമുക്ക് തോന്നിയ പോലെ അസ്യൂം ചെയ്യാമെന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്ന രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക് ഇസ് ഗിവൺ. ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈസ് 85%. അപ്പം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എത്രയായിരിക്കും? ഇത് 85 ആണെങ്കിൽ ഇത് 15 ആയിരിക്കും. ഓക്കെ, ഓർമ്മിച്ച് വെച്ചാൽ മതി. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് 25%. നെറ്റ് പ്രോഫിറ്റ് ഈസ് 75,000. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈസ് 8 times. ഫൈൻഡ് ദി ക്ലോസിംഗ് സ്റ്റോക്ക്. ആദ്യം ക്ലോസിംഗ് സ്റ്റോക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് നമുക്ക് ഈ വഴി നോക്കണ്ട. ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ ഇതിൽ ഏത് ഇക്വേഷനിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഉള്ളത് നോക്കുക. ഇതിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോൻ്റെ ഇക്വേഷനിൽ ടൈംസിലാണ് തന്നിരിക്കുന്നത്. സോ അതിൻ്റെ ഇക്വേഷൻ വരും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. അപ്പം ഈ ഇക്വേഷൻ അകത്താണ് നമ്മുടെ ആരുള്ളത്? ക്ലോസിംഗ് സ്റ്റോക്ക് ഉള്ളത്. ഇവിടെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഉള്ളത്. ബട്ട് CGS ഉണ്ടോ എന്ന് നോക്കുക. ക്വസ്റ്റ്യൻ എടുത്തു, CGS ഇല്ല. ഓക്കെ, CGS ഇല്ല. CGSും കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാമായിരുന്നു. ബട്ട് CGS ഇസ് നോട്ട് ഗിവൺ. CGS എങ്ങനെയൊക്കെ കിട്ടും? സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ നമുക്ക് CGS കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടോ? ഗ്രോസ് പ്രോഫിറ്റിൻ്റെ റേഷ്യോ തന്നത്. ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടില്ല. സെയിൽ തന്നിട്ടുണ്ടോ? സെയിലും തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്തായി? നമ്മൾ പെട്ടു. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് 75,000 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യും. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ. അത് നമുക്ക് അവിടെ നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ തന്നിരിക്കുന്ന പിന്നെ ഓപ്പറേറ്റിംഗ് റേഷ്യോ ആണ് തന്നത്. ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ
CGS പ്ലസ് ഇവിടെ ഒരു CGS വന്നു. CGS പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽ ഇൻറ്റു 100 അല്ലേ? ഈ ഓപ്പറേറ്റിംഗ് റേഷ്യോ CGS പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽ ഇൻറ്റു 100. ബട്ട് ഇവിടെ നെറ്റ് സെയിൽ അറിയില്ല, ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓപ്പറേറ്റിംഗ് റേഷ്യോ 85% ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 100 മൈനസ് 85 15 ആയിരിക്കും. 100 85 മൈനസ് ചെയ്താൽ 15 ആയിരിക്കും. ഓക്കെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാണേണ്ട ഇക്വേഷൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽ ഇൻറ്റു 100 ആണ്. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം എന്താ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന്. ഗ്രോസ് പ്രോഫിറ്റിൻ്റെ അകത്തുനിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഇതൊക്കെ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. ഇതിനകത്തുനിന്ന് വീണ്ടും ഫൈനാൻഷ്യൽ എക്സ്പെൻസ് അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ്. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. എത്ര? 75,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് ഈ ഇക്വേഷനിലോട്ട് ഇടാൻ നമുക്ക് വേണ്ടത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. സോ ഇറ്റ് ഇസ് നോട്ട് ഗിവൺ ഓൾസോ. തന്നിട്ടില്ല. സോ നമ്മൾ അസ്യൂം ചെയ്യുന്നു ഈ ക്വസ്റ്റ്യനിൽ ഈ ഒരു കമ്പനിക്ക് എന്തില്ല? ദർ ഇസ് നോ ഫൈനാൻഷ്യൽ എക്സ്പെൻസ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഇത് രണ്ടും നില്ലാണെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും സെയിം അല്ലേ? ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ സ്ഥലത്ത് നെറ്റ് പ്രോഫിറ്റ് എന്ന് എടുത്തിട്ട് പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് രണ്ടും ഇല്ല എന്നങ്ങ് അസ്യൂം ചെയ്യുവാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന് പകരം നമ്മൾ എന്തെടുക്കുവാണ്? നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽ ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 15%. ഞാൻ പറഞ്ഞു ലെറ്റ് മീ സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ. നെറ്റ് പ്രോഫിറ്റ് ഇസ് 75,000 ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽ ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 15% എന്ന് പറഞ്ഞാൽ 0.15. ഇതെന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ഞാൻ സ്ട്രൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇതിങ്ങോട്ട് പോവും, ഇതിങ്ങോട്ട് വരും. അപ്പോൾ 75,000 ഡിവൈഡഡ് ബൈ 0.15 ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽ. സോ ഇത് ചെയ്താൽ നമുക്ക് നെറ്റ് സെയിൽ കിട്ടി. സോ നമുക്ക് കിട്ടും 5 ലക്ഷം. ഓക്കെ, സോ നെറ്റ് സെയിൽ ഈസ് 5 lakh. ഇനി നമുക്ക് ഇപ്പോഴും കണ്ടുപിടിക്കേണ്ടത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ ആര് വേണം? CGS വേണം. CGS കണ്ടുപിടിക്കാൻ സെയിൽസ് മൈനസ് GP ആണ്. സോ GP ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? GP റേഷ്യോ 25% എന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടെ എഴുതുക GP റേഷ്യോ ഇസ് 25%. ഓക്കെ, നേരിട്ട് കണ്ടുപിടിക്കുക. എന്നാലും നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഞാൻ അതിൻ്റെ റേഷ്യോ ഇവിടെ എഴുതുവാണ്. നെറ്റ് സെയിൽ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ? 5 lakh കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് അറിയില്ല. ഇൻറ്റു 100 ഞാൻ എഴുതുന്നില്ല, 0.25 കിട്ടും. ഓക്കെ, ഇത് ഇങ്ങോട്ട് പോകും. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 0.25 ഇൻറ്റു 5 lakh. 5 lakhൻ്റെ 25% വരും. 1,25,000 കിട്ടും. ഇപ്പം എന്തൊക്കെ കിട്ടി? സെയിലും കിട്ടി, ഗ്രോസ് പ്രോഫിറ്റും കിട്ടി. സെയിലും കിട്ടി, ഗ്രോസ് പ്രോഫിറ്റും കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടി? CGS കിട്ടി. സെയിൽ 5 lakh മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് 1,25,000 ഈസ് ഈക്വൽ ടു CGS. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3,75,000 കിട്ടും. ഞാൻ ഇത് ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ഇത് ഏതിൻ്റെ ഇക്വേഷനാണ്? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോൻ്റെ ഇക്വേഷനിലോട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ദാറ്റ് ഈസ് 3,75,000. ക്വസ്റ്റ്യൻ എടുക്കട്ടെ. 3,75,000 divided by average stock is equal to 8 times. ഇത് ഇങ്ങോട്ട് പോവും, ഇത് ഇങ്ങോട്ടേക്ക് വരും. സോ ആവറേജ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 3,75,000. ഇതിങ്ങ് താഴോട്ട് വരും, ഇതിങ്ങോട്ട് പോകും. ഡിവൈഡഡ് ബൈ 8 വരും. സോ 3,75,000 ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ
ഇത്ര കിട്ടും. ആവറേജ് സ്റ്റോക്കിൻ്റെ ഇക്വേഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് അറിയില്ല. ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു ആവറേജ് സ്റ്റോക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പം നമുക്ക് ഇതിനെ ഇങ്ങോട്ടേക്ക് പോകും, ഇത് ഇങ്ങോട്ടേക്ക് പോകും. അപ്പം 46875 ഇൻറ്റു 2 വരും. അത് നമുക്ക് 96750 കിട്ടും. ഈസ് ഈക്വൽ ടു 50,000 പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് വരും. ഇത് പ്ലസ് ആണ്, ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. -50,000 ഈസ് ഈക്വൽ ടു ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 43,750 ആയിരിക്കും നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ ഇതും എക്സാമിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇല്ലുസ്ട്രേഷൻ നമ്പർ 10ഉം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോബ്ലമാണ്. സോ അത് നിങ്ങൾ നോക്കുക. ഇത് ഞാൻ പറഞ്ഞുതരാം, ഇതും കൂടെ ഞാൻ ചെയ്തു തരാം കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യന് കാൽക്കുലേറ്റ് കറണ്ട് അസറ്റ് ഓഫ് ദ കമ്പനി ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഓക്കെ, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ 5 times തന്നിട്ടുണ്ട്. അപ്പം മനസ്സിലോടണം അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു. CGS ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. സെയിൽസ് ക്രെഡിറ്റ് പോലും എല്ലാം ഓക്കെ. ഗ്രോസ് പ്രോഫിറ്റ്, കറണ്ട് ലാബിലിറ്റി, ക്വിക്ക് റേഷ്യോ, സ്റ്റോക്ക് അറ്റ് ദി എൻഡ് ഇസ് 5,000 മോർ ദാൻ സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ്. അതായത് എൻഡിലെ സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ 5,000 രൂപ കൂടുതലാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ട? കറണ്ട് അസറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ കറണ്ട് അസറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതിൽ ഏത് ഇക്വേഷനകത്താണ് കറണ്ട് അസറ്റ് നോക്കിയേ. ഡയറക്റ്റായിട്ട് ഒരു ഇക്വേഷനകത്തും കറണ്ട് അസറ്റ് ഇല്ല. പക്ഷേ ഈ ക്വിക്ക് റേഷ്യോൻ്റെ അകത്ത്, ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റി. ഓക്കെ, ഈ ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് അസറ്റിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്കാണ്, മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കറണ്ട് അസറ്റ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ് ക്വിക്ക് അസറ്റ്. സോ ഈ ഒരു സംഭവം സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് അസറ്റ് കിട്ടും. ഓക്കെ, സോ അതിന് നമുക്ക് എന്ത് ആവശ്യമുണ്ട്? പക്ഷേ ക്ലോസിംഗ് സ്റ്റോക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ കണ്ടുപിടിക്കണം? ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കണം. അതിന് ശേഷമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി? കറണ്ട് അസറ്റ്. ഓക്കെ, ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കണ്ടെങ്കിൽ ഏതാ ഇക്വേഷൻ? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോൻ്റെ ഇക്വേഷനാണ്. ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോൻ്റെ ഇക്വേഷൻ CGS ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു ആണ് ഇക്വേഷൻ. CGS വേണം. CGS എന്ന് പറഞ്ഞാൽ സെയിൽസ് നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ചെയ്യണം. സെയിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 lakh. ഗ്രോസ് പ്രോഫിറ്റ് 20% ആണ്. സെയിൽ എത്രയാ? 2 lakh. സെയിൽ 2 lakh ആണെങ്കിൽ സെയിലിൻ്റെ 20% ആയിരിക്കും ഗ്രോസ് പ്രോഫിറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇട്ടിട്ട് നേരത്തെ ഇവിടെ ചെയ്ത പോലെ അങ്ങോട്ട് ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇത് 5 lakhും 5 lakhിൻ്റെ 25% ആയിരിക്കും സെയിൽ. അതേപോലെ ഇവിടെ 2 lakhിൻ്റെ 20% ആയിരിക്കും സെയിൽ. 2 lakhിൻ്റെ 20% എന്ന് പറയുമ്പോൾ 40,000 ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്കിവിടെ CGS എത്ര കിട്ടും? 1,60,000. ഞാൻ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. 1,60,000 ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു എത്രയാ? 5 times 5. ഇതിങ്ങോട്ട് പോകും, ഇതിങ്ങോട്ട് വരും. സോ 1,60,000 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു ആവറേജ് സ്റ്റോക്ക്. സോ 1,60,000 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 32,000 കിട്ടും. ആവറേജ് സ്റ്റോക്കാണ് 32,000. അപ്പോൾ ഞാനിവിടെ എഴുതുന്നു നോക്കിക്കോളെ. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 32,000. ഓക്കെ, വീണ്ടും ഒന്നും കൂടി എഴുതുവാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി 32 × 2 64,000. ഇതുവരെ എഴുതാമല്ലോ, ഇങ്ങനെ എഴുതിക്കൂടെ? ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് എക്സ് ആണെങ്കിൽ അതിനേക്കാളും 5,000 കൂടുതലാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കിന് എക്സ് ആയിട്ട് എടുത്താൽ എക്സ് പ്ലസ് 5,000 അല്ലേ?
ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് 10 ആണെങ്കിൽ 1000 ആണെങ്കിൽ 1000. ഫോർ എക്സാമ്പിൾ ഓപ്പണിംഗ് സ്റ്റോക്ക് 1000 ആണെങ്കിൽ അതിനേക്കാളും 5000 കൂടുതലാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പം എത്രയായിരിക്കും? 1000 പ്ലസ് 5000. ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ 5000. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് 5000. അതേപോലെ ഞാനിവിടെ എഴുതിയേ ഉള്ളൂ. ഓപ്പണിംഗ് സ്റ്റോക്ക് എക്സ് ആണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 5000 ആയിരിക്കും. ഓക്കെ, ഇത് രണ്ടും എക്സ് പ്ലസ് എക്സ് 2x എഴുതിക്കൂടെ? ഈസ് ഈക്വൽ ടു 64,000. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് ആവും. അപ്പോൾ 2x ഈസ് ഈക്വൽ ടു 64,000 മൈനസ് 5,000. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 59,000 അല്ലേ? ഓക്കെ, ദെൻ പിന്നെയോ എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ 59,000 ഈ 2 ഇപ്പുറം വരും, ഡിവൈഡഡ് ബൈ 2. അപ്പം നമുക്ക് എത്രയാണ് കിട്ടുക? 29,500. ഓക്കെ, എക്സ് എന്താണ്? നമ്മൾ എന്തിനെയാണ് എക്സ് ആയിട്ട് എടുത്ത്? ലെറ്റ് എക്സ് ബി ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ? അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എക്സ് ആണ് ഇവിടെ കിട്ടിയത് 29,500. അപ്പോൾ എക്സിനേക്കാളും എത്ര കൂടുതലാണ്? 5000. സോ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു എക്സ്, അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് 5000. ദാറ്റ് ഈസ് 34,500 ഈസ് അവർ ക്ലോസിംഗ് സ്റ്റോക്ക്. നമ്മളെ ക്വസ്റ്റ്യൻ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനല്ല, കറണ്ട് അസറ്റ് കണ്ടുപിടിക്കാനാണ്. സോ കറണ്ട് അസറ്റ് കണ്ടുപിടിക്കാൻ ഞങ്ങൾ ഈ ഇക്വേഷൻ എടുക്കുന്നു, ക്വിക്ക് അസറ്റ്. സോ ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റി. ക്വിക്ക് അസറ്റ് ക്വിക്ക് റേഷ്യൻ്റെ ഇക്വേഷൻ എന്താ? ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലാബിലിറ്റി. കറണ്ട് ലാബിലിറ്റി 60,000 ഈസ് ഈക്വൽ ടു 0.75. അപ്പോൾ ക്വിക്ക് അസറ്റ് എത്രയാണെന്ന് നമുക്ക് കിട്ടി. ക്വിക്ക് അസറ്റ് എത്രയാ? ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പം നമുക്ക് കിട്ടും 45,000. ക്വിക്ക് അസറ്റിന് ഒരു ഇക്വേഷൻ ഉണ്ട്, എന്താ? കറണ്ട് അസറ്റ് മൈനസ് സ്റ്റോക്ക്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ക്വിക്ക് അസറ്റ് 45,000 ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇപ്പോൾ കണ്ടുപിടിച്ചു 34,500. ഇതിങ്ങോട്ട് വരുമ്പം പ്ലസ് ആവും, ഇത് മൈനസ് ആണ്, ഇതിങ്ങോട്ട് വരുമ്പം പ്ലസ് ആവും. അപ്പോൾ കറണ്ട് അസറ്റ് എത്ര കിട്ടും? 79,500. ഓക്കെ അല്ലേ? സോ ഇതെല്ലാം ടഫ് പ്രോബ്ലംസ് ആണ്, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, അല്ലാണ്ട് വേറെ ഒരു വഴിയുമില്ല. ഇനി എന്തെങ്കിലും പ്രോബ്ലം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇന്നലെ എൻ്റെ അടുത്ത് ഒരു കുട്ടി ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായി, ഒരു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും നെറ്റ് പ്രോഫിറ്റും എടുക്കുന്നതിനെ പറ്റിയിട്ട്. ഓക്കെ, ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻ. അപർണയാണ് ചോദിച്ചത്. അപർണ, നമ്മളിവിടെ ഈ ഷെയർ പ്രിഫറൻസ് ഇങ്ങനെ തരൂലേ? റിസർവ് ഉണ്ട് ഇവിടെ. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് വേറെ തന്നെ തരുവാണെങ്കിൽ എപ്പോഴും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ റിസർവിനകത്ത് ആരും കൂടെ വരണം? നെറ്റ് പ്രോഫിറ്റും കൂടെ വരണം. നീ വേറെ ഏത് കണക്കെടുത്ത് നോക്കിയാലും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കാണുന്നതിൽ വെറും റിസർവ് ഉണ്ടാവുള്ളൂ. അവിടെ വേറെ തന്നെ നെറ്റ് പ്രോഫിറ്റ് തരൂല. വേറെ തന്നെ നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. നമ്മുടെ അസംഷൻ ഈസ് ഈ നെറ്റ് പ്രോഫിറ്റ് ഈ റിസർവിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. ആ ഒരു അസംഷനിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ രണ്ട് സെപ്പറേറ്റ് തരുമ്പം നമ്മളിത് ആഡ് ചെയ്യണം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്ന. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി.